കളിയും ചിരിയും കുട്ടിത്തവും എക്സൈറ്റ്മെൻറ്റുകളും കുറുമ്പും ഒക്കെ ഉണ്ടാവേണ്ട ആ മുഖത്ത് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത് ഭയങ്കര സങ്കടമാണല്ലേ. ഈ മുഖം കാണുമ്പോൾ നമ്മൾക്ക് സങ്കടം തോന്നുന്നുണ്ട്. ഈ ഒരു കുട്ടിയുടെ കാര്യം മാത്രമല്ല കേട്ടോ, ഇതിനേക്കാളും പ്രായം കുറവുള്ള കുട്ടികളും ഇതിനേക്കാളും പ്രായം കൂടുതലുള്ളവരും എസ്പെഷ്യലി യങ്സ്റ്റേഴ്സൊക്കെ ഇപ്പോൾ കടന്നു പോകുന്നത് വളരെയധികം ഡിപ്രഷൻസിലൂടെയൊക്കെയാണ്. പലപ്പോഴും നമുക്കിതൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള റീസൺ, അല്ലെങ്കിൽ നമ്മളത് കാണുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വിഷയങ്ങളൊക്കെ ഇതിനെ സംബന്ധിച്ചുള്ളതായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു തോട്ടാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ദയവ് ഇതൊന്ന് മുഴുവൻ കേൾക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കഴിഞ്ഞ ദിവസം കേട്ടതാണ്, ഒരു 12 വയസ്സുള്ള ഒരു ബാലകൻ അവൻ്റെ അച്ഛനവനെ തല്ലുമെന്ന് പേടിച്ചിട്ട് അവൻ സൂയിസൈഡ് ചെയ്തു. അതുപോലെ ഒരു 20 വയസ്സുള്ളൊരു ആൺകുട്ടി അവൻ്റെ ജോലി സ്ഥലത്ത് അവന് പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള ടെൻഷനിൽ അവൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ്. വേറൊരു പെൺകുട്ടി അവൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല എന്നുള്ള പേടിയിൽ ലൈഫ് അവസാനിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണല്ലോ ഇപ്പോഴത്തെ ഒരു തലമുറ അവരുടെ ജീവിതത്തിലേക്ക് വരുന്ന പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനായിട്ട് മടിക്കുന്നത്? ഇതിനൊക്കെ ചിലപ്പോൾ റീസൺസ് നമ്മളൊക്കെ ആയിക്കൂടെ. നമ്മളെന്ന് പറയുമ്പോൾ ആസ് എ പേരൻ്റാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മളുടെ മക്കളെ തോൽവികൾ അല്ലെങ്കിൽ ജീവിതത്തിൽ വരുന്ന പ്രോബ്ലംസ് ഫേസ് ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ല അല്ലേ. പലപ്പോഴും നമ്മൾ അവരൊരു തോൽവി വന്ന് പറയുമ്പോൾ നമ്മൾ വിജയിച്ചവരെ വെച്ച് കമ്പയർ ചെയ്ത് അവരെ തകർത്ത് കളയാണ് ചെയ്യുന്നത്. അത് അവർക്ക് ലൈഫിൽ ഒരിക്കലും മുൻപോട്ട് പോകാൻ കഴിയാത്തൊരു പ്രശ്നമായി മാറുകയാണ് ചെയ്യുന്നത് അല്ലേ. ഈ ഒരു തോട്ടാണ് എന്നെ ആധികാരികമായി ഭരിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് നമ്മുടെ മക്കൾക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പില്ലറായി മാറിക്കൂടെ? അവരുടെ തോൽവികൾ വരുന്ന സമയത്ത് അവരുടെ ഒപ്പം നിന്ന് ഞങ്ങളുണ്ട് കൂടെ, നമുക്കിത് ഒരുമിച്ച് ഫേസ് ചെയ്യാം, നമുക്ക് ഈ പ്രോബ്ലം ഒരുമിച്ച് സോൾവ് ചെയ്യാം എന്ന് പറയുന്ന പാരൻസായി മാറാൻ, അത് പറയുന്ന പാർട്ട്നേഴ്സായി മാറാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെ പറയാൻ കഴിയട്ടെ നമുക്ക്. നമ്മളുടെ മക്കളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം അവർ നമ്മളോട് ഷെയർ ചെയ്യാൻ പാകത്തിന് നമ്മളൊരു നല്ലൊരു എൻവയോൺമെൻറ്റാണ് അവർക്ക് ഒരുക്കി കൊടുക്കേണ്ടത്. ഇത് പലപ്പോഴും അവർ നമ്മളുടെ അടുത്തേക്ക് എത്താൻ പേടിക്കുകയാണ് ചെയ്യുന്നത്. ആ പേടി ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മക്കൾ നമ്മളുടെ ഒപ്പം സന്തോഷത്തോടെ ഉണ്ടാവും. നമ്മളുടെ കാലം കഴിഞ്ഞാലും നമ്മളുടെ മക്കൾ ലൈഫിൽ എവിടെയും തോറ്റു പോകാതെ അവർ തോൽവികളെ എന്ത് ചെയ്യാം, അംഗീകരിക്കാൻ പഠിച്ച് അതിൽ നിന്ന് പാഠങ്ങളെ ഉൾക്കൊണ്ട് അവർ മുൻപോട്ട് പോകാനായിട്ട് കേപ്പബിളായി മാറും. അങ്ങനെ ഒരു തലമുറയല്ലേ നമുക്ക് ശരിക്കും വേണ്ടത്. നമ്മളുടെ ഒപ്പം നമുക്ക്, നമ്മുടെ കുട്ടികളുടെ ഒപ്പം നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ വളർച്ചയിൽ അവരുടെ ഒപ്പം നിന്നുകൊണ്ട് അവർക്ക് ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു കൊടുത്ത്, അവർക്ക് ലൈഫിൽ വേണ്ട ലെസൺസുകൾ പറഞ്ഞു കൊടുത്ത്, അവരുടെ തോൽവികളെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിപ്പിച്ച് നമുക്ക് അവരെ മുമ്പിലേക്ക് കൊണ്ടുപോകാം. തോൽവി ജീവിതത്തിൻ്റെ ഭാഗമാണെന്നും പ്രശ്നങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാണെന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിനെ നമുക്ക് ഒരുമിച്ച് നിന്ന് ഫേസ് ചെയ്ത് ഒരു പരുമെത്തുന്നത് വരെ നമുക്ക് അവരുടെ ഒപ്പം നിന്ന് അതിനെ ഫേസ് ചെയ്യാൻ കഴിഞ്ഞാൽ അവർക്കൊരു ബ്രൈറ്റ് ഫ്യൂച്ചറായിരിക്കും മുമ്പിലുണ്ടാവുക. ഈ തോട്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. സന്തോഷത്തോടെയും സമാധാനത്തോടെയും സ്ട്രോങ് ആയിട്ടൊക്കെ ജീവിക്കാൻ പോകുന്ന ഒരു പുതിയ തലമുറയെ തന്നെ വാർത്തെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ ലൈക്കും കമൻസും ഒക്കെ ഏറെ വിലപ്പെട്ടതാണ് എനിക്ക്. പിന്നെ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.